ഇന്ന് ഞാനൊരു റഷ്യൻ നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് ബെരന്തൈ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 3 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഇളയ മകൻ്റെ പേരായിരുന്നു ഇവാൻ. ഈ രാജാവിന് വളരെ ഭംഗിയുള്ളൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. ഈ പൂന്തോട്ടത്തിന് നടുക്കായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള ആപ്പിളുകൾ ഉണ്ടാകുന്ന ഒരു ആപ്പിൾ മരമുണ്ടായിരുന്നു. ഈ ആപ്പിൾ മരം രാജാവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആപ്പിളുകളൊന്നും ആരും പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാവൽക്കാരുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാജാവ് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് സ്വർണ്ണ ആപ്പിളുകൾ എണ്ണി നോക്കും. രാജാവ് അറിയാതെ ആരും ആ ആപ്പിളുകൾ പറിക്കാൻ പാടില്ലായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ രാജകൊട്ടാരത്തിലെ തീന്മേശയിൽ വിളമ്പാൻ വേണ്ടി മാത്രമേ ആ ആപ്പിളുകൾ പറിക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിശിഷ്ടമായി കരുതപ്പെട്ടിരുന്ന ഈ ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിളുകൾ കളവ് പോയി. സ്വർണ്ണ ആപ്പിളുകൾ ആരോ മോഷ്ടിക്കുന്നുണ്ടെന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം ഒരു ദിവസം വന്ന് എണ്ണി നോക്കുമ്പോൾ ആപ്പിളുകൾ വളരെ കുറവാണ്. അദ്ദേഹം കാവൽക്കാരുടെ എണ്ണം കൂട്ടി. പക്ഷേ ആപ്പിളുകളെ സംരക്ഷിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസവും ആപ്പിളുകൾ മോഷണം പോയി. രാജാവിന് ആകെ വിഷമമായി. അദ്ദേഹം തൻ്റെ ആൺമക്കളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ തോട്ടത്തിലെ ആപ്പിളുകൾ എല്ലാ ദിവസവും മോഷണം പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇനി മുതൽ നിങ്ങൾ വേണം ആപ്പിൾ മരത്തിന് കാവൽ നിൽക്കാൻ. മൂത്ത മകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛാ ഇന്ന് ഞാൻ പോകാം, ഞാൻ പോയി മരത്തിന് കാവൽ നിൽക്കാം. അന്ന് രാത്രി മൂത്ത മകൻ മരത്തിന് കാവൽ നിന്നു. പകൽ മുഴുവൻ അവൻ ആ മരത്തിന് ചുറ്റും നടന്നിട്ടും ആരെയും കണ്ടില്ല. ആരും മരത്തിനടുത്തോട്ട് പോകുന്നതേ ഇല്ല. വൈകുന്നേരമായി അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ പുൽത്തകടിയിൽ വന്നിരുന്നു. രാത്രി കനത്തതോടെ കൊട്ടാരത്തിൽ എല്ലാവരും ഉറക്കമായി. കാവൽക്കാരും പതുക്കെ മയക്കം പിടിച്ചു തുടങ്ങി. അതോടെ അവിടെ ആകെ നിശബ്ദതയായി. രാജകുമാരന് വല്ലാതെ ഉറക്കം വന്നു. ഒന്ന് ചാരിയിരിക്കാം, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉണർന്നോളും എന്ന് കരുതിയ രാജകുമാരൻ ആ മരത്തിലേക്ക് തന്നെ ചാരിയിരിക്കുകയും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആപ്പിളുകൾ നഷ്ടം വന്നിട്ടുണ്ട്. എങ്ങനെ പോയി എന്നറിഞ്ഞില്ല. അവനൊരു ശബ്ദം പോലും കേട്ടില്ല. രാജാവ് രാവിലെ മകനെ വിളിച്ചു ചോദിച്ചു, നീ ആരെയെങ്കിലും കണ്ടോ? കള്ളനെ പിടിച്ചോ? അപ്പം മകൻ പറഞ്ഞു, അച്ഛൻ ഞാൻ രാത്രിയിൽ ഒരു പോള കണ്ണടച്ചില്ല, പക്ഷേ എനിക്ക് കള്ളനെ കിട്ടിയില്ല. ഇത് ഏതോ മായാവിയാണെന്നാണ് തോന്നുന്നത്. രാജാവ് രണ്ടാമത്തെ മകനെ വിളിച്ചു, കാവൽ നിർത്തി. അന്നും ഇതൊക്കെ തന്നെ സംഭവിച്ചു. അവനും ഉറങ്ങിപ്പോയി. രാവിലെ നോക്കുമ്പോൾ ആപ്പിളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് ഇവാൻ്റെ ഊഴമായിരുന്നു. അവൻ തോട്ടത്തിൽ കാവലിന് പോയി. ഒന്ന് കിടക്കുക പോയിട്ട് അവൻ ഇരിക്കുക പോലും ചെയ്തില്ല. ഉറക്കം കീഴടക്കും എന്ന് തോന്നിയപ്പോഴൊക്കെ അവൻ മഞ്ഞുതുള്ളികൾ കൊണ്ട് മുഖം കഴുകി. മരത്തിന് ചുറ്റും നടന്നു. തോട്ടത്തിലാകെ നിശബ്ദതയായിരുന്നു. കാവൽക്കാരൊക്കെ ചാരിയിരുന്ന് ഉറക്കമായി. അപ്പോൾ പെട്ടെന്ന് മുകളിൽ ഒരു പ്രകാശം അവൻ കണ്ടു. ആ പ്രകാശം വർദ്ധിച്ച് വന്നിട്ട് തോട്ടം മുഴുവൻ വ്യാപിച്ചു. അവൻ നോക്കുമ്പോൾ അതൊരു തീപ്പക്ഷിയാണ്. തീക്കനലുകൾ പോലെ തിളക്കമുള്ള ഒരു പക്ഷി മരത്തിൽ വന്നിരുന്ന് ആപ്പിളുകൾ കൊത്തി തിന്നാൻ തുടങ്ങി. ഇവാൻ രാജകുമാരൻ ഒച്ചയുണ്ടാക്കാതെ മരത്തിനടുത്തെത്തി തീപ്പക്ഷിയുടെ വാലിൽ പിടികൂടി. പക്ഷേ ആരോ തന്നെ തൊട്ടു എന്ന് മനസ്സിലാക്കിയ പക്ഷി അപ്പോൾ തന്നെ കുതറി പിടിവിടിവിച്ച് പറന്നുപോയി. അതിൻ്റെ വാലിലെ ഒരു തൂവൽ മാത്രം രാജകുമാരന് കിട്ടി. അത് തീ പോലെ തിളക്കമുള്ളതായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇവാൻ രാജകുമാരൻ അച്ഛൻ്റെ മുന്നിലെത്തി. മകനെ, നീ കള്ളനെ പിടിച്ചോ എന്ന് രാജാവ് ചോദിച്ചു. അച്ഛാ, ഞാൻ കള്ളനെ പിടിച്ചില്ല, പക്ഷേ കള്ളൻ ആരാണ് എന്ന് കണ്ടുപിടിച്ചു. ഇതാ അങ്ങയ്ക്കായിട്ട് അവൻ്റെ ഒരു തൂവൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കള്ളൻ ഒരു തീപ്പക്ഷിയാണ് അച്ഛാ. രാജാവ് തൂവൽ വാങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ആ പക്ഷിയെ കാണണം എന്ന് വലിയ ആഗ്രഹം തോന്നി. അദ്ദേഹം തൻ്റെ മക്കളെ 3 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നേ വരെ തീപ്പക്ഷിയെപ്പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു തൂവൽ കണ്ടതോടെ എനിക്കതിനെ വേണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ട്. നിങ്ങൾ ആരാണ് എനിക്ക് പോയി തീപ്പക്ഷിയെ കൊണ്ട് തരാൻ പോകുന്നത്? 3 മക്കളും പറഞ്ഞു, ഞാനാണ് എന്ന്. അങ്ങനെ 3 പേരും കുതിരപ്പുറത്ത് കയറി 3 വഴിയെ പോയി. മൂത്ത 2 പേരും പോയ വഴിയായിരുന്നില്ല ഇവാൻ സഞ്ചരിച്ചത്. അവൻ കാട്ടിലേക്കാണ് പോയത്. കാട്ടിലേക്ക് പോയി കുറേ ദൂരം അവൻ സഞ്ചരിച്ചു. എന്നാൽ അവൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേരും നാട്ടുവഴികളിലൂടെയാണ് യാത്ര ചെയ്തത്. വഴിയിൽ ഭക്ഷണം കഴിക്കണമെങ്കിലും വിശ്രമിക്കണമെങ്കിലും ഒക്കെ കാട്ടിലൂടെ പോയാൽ പറ്റില്ലല്ലോ. എന്തായാലും ഇവാൻ പോയ കാട്ടുവഴിയിലൂടെ അവൻ കുറേ ദൂരം സഞ്ചരിച്ചു. അവസാനം ഉച്ചയായപ്പോഴേക്കും അവൻ വലിയൊരു മൈതാനത്തിലെത്തി. കാടിന് നടുക്കുള്ളൊരു മൈതാനം. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ അവൻ കുതിരയെ അഴിച്ച് അവിടെ കെട്ടിയിട്ട് അവിടെ ചാരിയിരുന്ന് ഒന്ന് മയങ്ങി. കുറേ നേരം കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ അവൻ കുതിരയെ കെട്ടിയിരുന്ന സ്ഥലത്ത് അതിൻ്റെ കയറ് മാത്രമേ കിടപ്പുള്ളൂ. അവൻ കുതിരയെ അന്വേഷിച്ച് അവിടെ എല്ലാം നടന്നു. കുറച്ച് ദൂരെ മാറി കുതിരയുടെ അസ്ഥികൾ മാത്രം കിടക്കുന്നത് അവൻ കണ്ടു. കുതിരയെ ഏതോ വന്യമൃഗം പിടിച്ച് തിന്നു കളഞ്ഞുവെന്ന് അവന് മനസ്സിലായി. കൊടുങ്കാടാണ്. ഇനി ഈ കാട്ടിലൂടെ നടന്ന് സഞ്ചരിക്കണം. അതല്ലാതെ വേറെ മാർഗമില്ല.
വളരെ ക്ഷീണിതനായ അവൻ വല്ല വിധേനയും കാടിന് പുറത്ത് കടക്കാം എന്ന ചിന്തയിൽ മുന്നോട്ട് നടന്ന് സന്ധ്യ ആവാറായി. ദുഃഖിതനും നിരാശനുമായ അവൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ല് കണ്ടെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെന്നായ് വന്നു. ചെന്നായ് ചോദിച്ചു, രാജകുമാര, ഇത്ര ദുഃഖിതനായിട്ട് നീ ഇരിക്കുന്ന എന്താ? ഇവാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? എനിക്ക് എൻ്റെ കുതിര നഷ്ടപ്പെട്ടു. ഞാൻ തീപ്പക്ഷിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. പക്ഷേ വഴിയിൽ വെച്ച് കുതിരയും നഷ്ടപ്പെട്ടു. ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ചെന്നായ് അവനോട് ചോദിച്ചു, നിനക്കെന്തിനായി തീപ്പക്ഷിയെ? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛന് തീപ്പക്ഷിയെ കാണണമെന്ന ആഗ്രഹമുണ്ട്. ഞാൻ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചെന്നായ് പറഞ്ഞു, നീ ആ കുതിരയുടെ പുറത്ത് 3 വർഷം സഞ്ചരിച്ചാലും തീപ്പക്ഷിയുടെ അടുത്ത് എത്താൻ പറ്റില്ല. നീ എൻ്റെ പുറത്ത് കയറിയിരുന്നു. എനിക്കറിയാം തീപ്പക്ഷി എവിടെയാണെന്ന്. ഞാനാണ് നിൻ്റെ കുതിരയെ തിന്നു കളഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നീ ഇത്ര വിഷമിച്ചല്ലോ കുതിരയില്ലാത്തത് കാരണം. നീ നിൻ്റെ അച്ഛന് വേണ്ടി ഇറങ്ങിയതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ തീപ്പക്ഷിയുടെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇവാൻ രാജകുമാരൻ ചെന്നായുടെ പുറത്ത് കയറി. അതൊരു വലിയ ചെന്നായായിരുന്നു, നിറയെ രോമങ്ങളൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു ചെന്നായ. രാജകുമാരൻ പുറത്ത് കയറിയതും അത് മിന്നൽ പോലെ പാഞ്ഞു. പച്ചക്കാടുകളും നീല തടാകങ്ങളും തരണം ചെയ്ത് അത് അവസാനം പൊക്കമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു കൊട്ടാരത്തിനടുത്തെത്തി. ചെന്നായ രാജകുമാരനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോളണം. ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, ഈ കൊട്ടാരത്തിലൊരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിനുള്ളിൽ ഒരു അറയുണ്ട്. ആ അറയ്ക്ക് ഒരു ജനലുണ്ട്. ആ ജനലിനുള്ളിൽ ഒരു സ്വർണ്ണക്കൂടുണ്ട്. ആ സ്വർണ്ണക്കൂട്ടിൽ തീപ്പക്ഷി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉറക്കമാണ്, കാവൽക്കാരെല്ലാം നല്ല ഉറക്കമാണ്. അതുകൊണ്ട് നീ പമ്മി അകത്ത് കയറി ആ അറയ്ക്കുള്ളിൽ കയറി ആ ജനലിനുള്ളിലൂടെ കൈയിട്ട് കൂട്ടിലിരിക്കുന്ന തീപ്പക്ഷിയെ എടുത്തിട്ട് നിൻ്റെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കണം. യാതൊരു കാരണവശാലും കൂടെടുക്കരുത്. സ്വർണ്ണക്കൂടാണ് എടുക്കണം എന്നൊക്കെ നിനക്ക് തോന്നും, പക്ഷേ എടുക്കരുത്, അപകടമാണ്. അങ്ങനെ ഇവാൻ രാജകുമാരൻ ആ മതിൽ ചാടി അകത്ത് കടന്നു. ഗോപുരത്തിൻ്റെ ജനാലയിൽ സ്വർണ്ണക്കൂടും അതിനുള്ളിൽ തീപ്പക്ഷി ഇരിക്കുന്ന അവൻ കണ്ടു. അവൻ പക്ഷിയെ എടുത്ത് തൻ്റെ കോട്ടിനുള്ളിൽ നെഞ്ചോട് ചേർത്ത് ഒളിച്ചു വെച്ചു. അപ്പോഴാണ് അവൻ ആ കൂട് കണ്ടത്. സ്വർണ്ണക്കൂടാണ്. മാത്രമല്ല അതിൻ്റെ ഭംഗി. അത് കണ്ടപ്പോൾ അവൻ ചെന്നായുടെ വാക്കുകളൊക്കെ മറന്നു. എത്ര ഭംഗിയുള്ള സ്വർണ്ണക്കൂട്, അവൻ വിചാരിച്ചു. അത് നല്ലവണ്ണം ഒന്ന് കാണാം എന്ന് കരുതി അവനത് കയ്യിലെടുത്തതും പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം പുറപ്പെട്ടു. ചെണ്ട കൊട്ടുന്നത് പോലെയും കുഴലൂതുന്നത് പോലെയും ഒക്കെയുള്ള ശബ്ദങ്ങൾ. കാവൽക്കാരെല്ലാവരും ഉണർന്നു. അവരെല്ലാവരും ഓടി വന്ന് ഇവാൻ രാജകുമാരനെ പിടിച്ച് അവിടുത്തെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കി. ആ രാജാവിൻ്റെ പേര് അഫ്രോൺ എന്നായിരുന്നു. നീ ആരാ, എവിടുന്നാണ് വരുന്നത്? അഫ്രോൺ രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ബെരന്തേ രാജാവിൻ്റെ പുത്രനായ ഇവാൻ രാജകുമാരനാണ്. അവൻ പറഞ്ഞു. കൊള്ളാം, ഒരു രാജകുമാരൻ എങ്ങനെയാണ് കള്ളനായിത്തീരുന്നത്? അപ്പോൾ ഇവാൻ പറഞ്ഞു, നിങ്ങളുടെ കിളി എല്ലാ ദിവസവും ഞങ്ങളുടെ തോട്ടത്തിൽ വന്ന് സ്വർണ്ണ ആപ്പിളുകൾ മോഷ്ടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അഫ്രോൺ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ വന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നിൻ്റെ അച്ഛനായ ബെരന്തേ രാജാവിനോടുള്ള ബഹുമാനാർത്ഥം ഞാൻ ആ കിളിയെയും ആ കൂടും ഒക്കെ നിനക്ക് തരുമായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ നീ വളരെ അപമാനകരമായൊരു കാര്യമാണ് ചെയ്തത്. നീ ആരും അറിയാതെ മതിൽ ചാടിക്കടന്ന് ഗോപുരത്തിൻ്റെ മുകളിൽ കയറി ഈ കൂടും കിളിയും കൂടെ മോഷ്ടിക്കാൻ ശ്രമിച്ചു. നീ ഒരു കള്ളനാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് കിളിയെ തരാനും പോകുന്നില്ല, നിനക്ക് ശിക്ഷ തരികയും ചെയ്യും. ഇനി അഥവാ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് കുറേ ദൂരെ മാറിയിട്ട് കസ്മാൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ട്. ആ രാജാവിന് സ്വർണ്ണ കുഞ്ചി രോമമുള്ള ഒരു കുതിരയുണ്ട്. നീ ആ കുതിര എനിക്ക് കൊണ്ടു തരികയാണെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് തന്നിട്ട് ഈ കിളിയെ നിനക്ക് തരാം. ഇവാൻ വളരെ ദുഃഖത്തോടെ ചെന്നായെ ചെന്ന് കണ്ടു. തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ചെന്നായോട് പറഞ്ഞു. ചെന്നായ ചോദിച്ചു, ഞാൻ നിന്നോട് അന്നേരെ പറഞ്ഞല്ലേ സ്വർണ്ണക്കൂടിൽ തൊടരുതെന്ന്, നീ എന്തിനാ തൊട്ടത്? ഇവാൻ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കൂ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ചെന്നായ പറഞ്ഞു, എന്തായാലും പ്രശ്നത്തിൽ പെട്ടുപോയതല്ലേ, നമുക്ക് കസ്മാൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം. അങ്ങനെ അവൻ വീണ്ടും ചെന്നായുടെ പുറത്ത് കയറി. ചെന്നായ അവനെയും കൊണ്ട് വളരെ വേഗത്തിൽ പാഞ്ഞ് അടുത്ത രാജ്യത്തെത്തി. മിന്നൽ പോലെ യാത്ര ചെയ്യുന്ന ഈ ചെന്നായുടെ പുറത്ത് അവൻ വളരെ വളരെ ദൂരം യാത്ര ചെയ്തു. എത്ര ദൂരം യാത്ര ചെയ്യുന്ന അവന് പോലും അറിഞ്ഞുകൂടാ. അവസാനം സ്വർണ്ണ കുഞ്ചിരോമമുള്ള കുതിരയെ സൂക്ഷിച്ചിരുന്ന കൊട്ടാരത്തിൽ അവരെത്തി. അവിടെയും എല്ലാവരും ഉറക്കമായിരുന്നു. ചെന്നായ പറഞ്ഞു, രാജകുമാര, നീ മതിൽ ചാടി അപ്പുറത്തിറങ്ങണം. അവിടെ പാറാവുകാരെല്ലാം ഉറക്കമാണ്. കുതിരയിലായത്തിൽ കയറി കുതിരയെ ഇറക്കിക്കൊണ്ടുവരണം. ഒരു കാര്യമുണ്ട്, എന്ത് വന്നാലും കുതിരയുടെ കടിഞ്ഞാണിൽ തൊട്ടു പോരുത്. അങ്ങനെ ഇവാൻ രാജകുമാരൻ മതിൽ ചാടിക്കടന്ന് കൊട്ടാരത്തിൽ കയറി. കൊട്ടാരത്തിന് പിന്നിലുള്ള ലായത്തിലെത്തി. അവിടെ കുതിരയെ പിടിച്ചു. പക്ഷേ ആ കുതിരയുടെ കടിഞ്ഞാണുണ്ടല്ലോ, അത് സ്വർണം കൊണ്ടുണ്ടാക്കി കല്ലുകൾ പതിപ്പിച്ചതായിരുന്നു. അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇവാൻ രാജകുമാരൻ അതൊന്ന് തൊട്ട് നോക്കാതിരിക്കാൻ പറ്റിയില്ല. അതോടെ അവിടെ ചെണ്ടമേളവും കുഴലൂത്തും ഒക്കെ ആയിട്ട് ആകപ്പാടെ ബഹളമായി. പാറാവുകാരെല്ലാവരും ഉണർന്നു.
അവർ ഇവാൻ രാജകുമാരനെ പിടിച്ച് കസ്മാൻ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു, നീ ആരാ, എവിടുന്നാണ് വരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഇവാനാണ്, ഞാൻ ബെരന്തേ രാജാവിൻ്റെ മകനാണ്. ഞങ്ങളുടെ തോട്ടത്തിൽ ഒരു സ്വർണ്ണ ആപ്പിൾ മരമുണ്ട്, അത് തിന്നാൻ വേണ്ടിയിട്ട് ഒരു തീപ്പക്ഷി വന്നു. എൻ്റെ പിതാവിന് ആ തീപ്പക്ഷിയെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തീപ്പക്ഷിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. പക്ഷേ എനിക്ക് തീപ്പക്ഷിയെ കിട്ടിയില്ല. കാരണം ഞാൻ എഫ്രോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ തീപ്പക്ഷിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം പിടികൂടി. അദ്ദേഹത്തിന് നിങ്ങളുടെ കുതിരയെ വേണം എന്നാണ് പറയുന്നത്, എന്നാൽ എനിക്ക് തീപ്പക്ഷിയെ കിട്ടൂ. അപ്പോൾ കസ്മാൻ രാജാവ് പറഞ്ഞു, നീ എന്നോട് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുതിരയെ തന്നേനെ. പക്ഷെ നീ ഇപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഒരു രാജകുമാരനല്ലേ, നീ ഇങ്ങനെ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിനക്ക് ഞാൻ കുതിരയെ തരാൻ പോകുന്നില്ല. ഇനി നിനക്ക് കുതിരയെ വേണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ദാൽമാത്ത് എന്ന് പറയുന്ന രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ട്. അവളുടെ പേര് യെലേന എന്നാണ്. അവളെ മോഷ്ടിച്ച് എനിക്ക് കൊണ്ട് തരികയാണെങ്കിൽ ഞാൻ ഈ കുതിരയെയും കടിഞ്ഞാണും നിനക്ക് തരാം. ഇവാൻ രാജകുമാരൻ വളരെ നിരാശനായിട്ട് ചെന്നായുടെ അടുത്തെത്തി. ചെന്നായ പറഞ്ഞു, രാജകുമാരനോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ കടിഞ്ഞാണിൽ തൊടരുതെന്ന്. രാജകുമാരൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് തൊട്ട് നോക്കിപ്പോയതാണ്. ചെന്നായ പറഞ്ഞു, എന്തായാലും പറ്റിയത് പറ്റി, നമുക്കിനി വേഗം യെലേനെ നോക്കാൻ പോവാം. അങ്ങനെ ചെന്നായ ഇവാനെയും കൊണ്ട് വീണ്ടും ഓടി. അവസാനം ഓടി അവർ ദാൽമാത് രാജാവിൻ്റെ രാജ്യത്തെത്തി. സുന്ദരിയായ യെലേന ഒരു തോട്ടത്തിൽ തോഴിമാർക്കൊപ്പം ഉലാത്തുകയായിരുന്നു. ചെന്നായ പറഞ്ഞു, കഴിഞ്ഞ 2 തവണയും നീ പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് ഇത്തവണ ഞാൻ പോകാം. ഇവാൻ രാജകുമാരനെ ഒരു മരത്തിൻ്റെ പിന്നിലിരുത്തിയിട്ട് ചെന്നായ മതിൽ ചാടി തോട്ടത്തിലെത്തി. എന്നിട്ട് ഒരു കുറ്റിച്ചെടിയുടെ പിന്നിൽ പതുങ്ങിയിരുന്നു. സുന്ദരിയായ യെലേനയും തോഴിമാരും തോട്ടത്തിൽ നടക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തോഴിമാർ മുന്നേ അങ്ങ് പോവുകയും യെലേന പിന്നിലാവുകയും ചെയ്തു. ഈ തക്കം നോക്കി ചെന്നായി അവളെ പിടിച്ച് തൻ്റെ പുറത്ത് വെച്ച് മതിൽ ചാടി ഓടി രാജകുമാരൻ്റെ അടുത്തെത്തി. എന്നിട്ട് രാജകുമാരനും ആ ചെന്നായുടെ പുറത്തേക്ക് ചാടിക്കയറി. എന്നിട്ട് അവരൊരുമിച്ച് യാത്രയായി. ഇവാന് ഇതിൽ പരം ഒരു സന്തോഷമില്ല. യെലേനയെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഇത്രയധികം സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ചെന്നായ വളരെ വേഗത്തിൽ ഓടി, വായുവേഗത്തിൽ. പച്ചക്കാടുകൾ പിന്നിട്ട് നീലത്തടാകങ്ങൾ തരണം ചെയ്ത് അവരവസാനം കസ്മാൻ രാജാവിൻ്റെ രാജ്യത്തെത്തി. രാജ്യത്തിനടുത്തെത്തിയപ്പോൾ ചെന്നായി ചോദിച്ചു, രാജകുമാരൻ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? ഇത്ര സുന്ദരിയായ ഈ പെൺകുട്ടിയെ അയാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നതേയില്ല. പക്ഷേ ഇവളെ കൊടുത്തിട്ട് വേണമല്ലോ നമുക്ക് കുതിരയെ വാങ്ങാൻ, കുതിരയെ വാങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് കിളിയെ വാങ്ങാൻ, എന്ത് ചെയ്യും? അപ്പോൾ ചെന്നായ പറഞ്ഞു, അത് നീ വിഷമിക്കേണ്ട, നീ ഈ സുന്ദരിയെ കൊടുക്കണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുത്തിയിട്ട് ഞാൻ യെലേനയായിട്ട് വേഷം മാറി നിൻ്റെ കൂടെ വരാം, നീ എന്നെ രാജാവിന് കൊടുത്താൽ മതി. അങ്ങനെ സുന്ദരിയായ യെലേനയെ കാട്ടിലുള്ള ഒരു കുടിലിൽ ഒളിച്ചിരുത്തിയിട്ട് ചെന്നായ ഒന്ന് തലകുത്തി മറിഞ്ഞു. ഉടൻ തന്നെ അത് സുന്ദരിയായ യെലേനയായിട്ട് മാറി. ഇവാൻ അതിനെ കസ്മാൻ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജാവ് വളരെ സന്തോഷത്തോടെ ഇവാനോട് നന്ദി പറഞ്ഞു. എനിക്ക് ഒരു വധുവിനെ കൊണ്ടുവന്ന് തന്നതിന് നന്ദി, കുതിരയും കടിഞ്ഞാണും നീ എടുത്തോ. അങ്ങനെ ഇവാൻ കുതിരപ്പുറത്ത് കയറി കടിഞ്ഞാണും പിടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തു. പുറത്ത് കുടിലിൽ കാത്തിരിക്കുകയായിരുന്ന യെലേനയും കൂടെ കുതിരപ്പുറത്ത് കയറ്റി. എന്നിട്ട് കുറച്ച് ദൂരേക്ക് ഓടിപ്പോയി. ആ സമയത്ത് കസ്മാൻ രാജാവ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. വധുവിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് തോഴിമാർ ചെന്നപ്പോഴാണ് വധുവിൻ്റെ സ്ഥാനത്ത് ഒരു ഭീകരൻ ചെന്നായ. അവരടുത്ത് ചെന്നപ്പോഴേക്കും അവരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ചെന്നായ ഓടി പുറത്തേക്ക് പോയി. അത് വേഗത്തിലോടി ഇവാൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഇവാൻ്റെ കുതിരയ്ക്കൊപ്പം ഓടാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടെ എഫ്രോൻ രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തെത്തി. അപ്പോൾ ചെന്നായ ഇവാനോട് ചോദിച്ചു, രാജകുമാര എന്താ വിഷമം? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഈ സ്വർണ്ണ കുഞ്ചിരോമുള്ള കുതിര ഈ രാജാവിന് കൊടുക്കണമല്ലോ, എനിക്കിതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെന്നായ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, കുതിരയെയും യെലേനയും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരുത്താം, എന്നിട്ട് ഞാൻ കുതിരയായിട്ട് മാറിയിട്ട് നിൻ്റെ കൂടെ വരാം. അങ്ങനെ യെലേനയെയും കുതിരയെയും ഒരു കാട്ടിൽ ഒളിച്ചിരുത്തിയിട്ട് ചെന്നായ തലകുത്തി മറിഞ്ഞ് കുതിരയായിട്ട് മാറി. ഇവാൻ അതിനെയും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവ് വളരെ സന്തോഷിച്ചുകൊണ്ട് തീപ്പക്ഷിയെ സ്വർണ്ണക്കൂട്ടിലിട്ട് ഇവാന് കൊടുത്തു. ഇവാൻ നടന്ന് കാട്ടിലെത്തി യെലേനയെ കുതിരപ്പുറത്ത് കയറ്റി സ്വർണ്ണക്കൂട്ടിലെ തീപ്പക്ഷിയും കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു. എഫ്രോൻ രാജാവാണെങ്കിൽ കുതിരപ്പുറത്ത് കയറാൻ വളരെ സന്തോഷത്തോടെ വന്നപ്പോൾ കുതിര പെട്ടെന്നൊരു ചെന്നായായിട്ട് മാറി. എന്നിട്ട് അത് ഓടി ഇവാനൊപ്പം എത്തി. രാജാവ് പേടിച്ച് ബോധം കെട്ട് വീണുപോയി. കുറേ ദൂരം ചെന്നപ്പോൾ ചെന്നായ ഇവാനോട് പറഞ്ഞു, ഇനി നമുക്ക് യാത്ര പറയാൻ സമയമായി, നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയല്ലേ, ഞാൻ നിൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവാൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ചെന്നായയെ 3 പ്രാവശ്യം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു,
നന്ദി. നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും നടത്തുമായിരുന്നില്ല. അപ്പോൾ ചെന്നായ പറഞ്ഞു, എന്നേക്കുമായിട്ട് യാത്ര പറയൊന്നും വേണ്ട. നിനക്ക് ഇനിയും എന്നെക്കൊണ്ട് ആവശ്യമുണ്ടാവും, നോക്കിക്കോ. ഞാൻ നാട്ടിലെത്താറായില്ലേ, ഇനി ചെന്നായെക്കൊണ്ട് എനിക്ക് എന്ത് ആവശ്യമുണ്ടാകാനാണ് എന്ന് ഇവാൻ ചിന്തിച്ചു. എന്തായാലും അവൻ ചെന്നായോട് യാത്ര പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ സ്വന്തം രാജ്യത്തെത്തി. ദൂരെ തൻ്റെ കൊട്ടാരം അവൻ കണ്ടു. അപ്പോഴേക്കും അവനും കുതിരയും എലേനയും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. കുറേ നേരമായിട്ട് യാത്ര ചെയ്യുകയല്ലേ. അങ്ങനെയാണെങ്കിൽ കുതിര അവിടെ നിർത്തിയിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് ഇവാൻ ചിന്തിച്ചു. അവൻ കുതിരയെ അവിടെ ഒരിടത്ത് നിർത്തി. അവർ രണ്ടുപേരും കൂടെ അവിടെ അടുത്തൊരു അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ഈ സമയത്ത് ഇവാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഇവാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർ രണ്ടുപേരും ആ വഴി വന്നു. അവർ പല രാജ്യങ്ങളിലും തീപ്പക്ഷി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാതെ വിഷമിച്ച് തിരിച്ചു വരികയായിരുന്നു. അവർ നോക്കുമ്പോൾ സ്വർണ്ണ കുഞ്ചിരോമമുള്ള സ്വർണ്ണ കടിഞ്ഞാണുള്ള ഒരു കുതിരയും ആ കുതിരയുടെ അടുത്ത് ഒരു സ്വർണ്ണക്കൂട്ടിൽ തീപ്പക്ഷിയും അതിനടുത്ത് തന്നെ അതിസുന്ദരിയായി എലേനയുമുണ്ട്. അവിടെ ഇവാൻ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഇവാൻ രാജകുമാരന് ഇതെല്ലാം കിട്ടിയത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത അസൂയ തോന്നി. അവർ രണ്ടുപേരും കൂടെ വിചാരിച്ചു, നമുക്ക് അനുജനായി ഇവാനെ വധിക്കാം, എന്നിട്ട് ഇവന് കിട്ടിയതെല്ലാം സ്വന്തമാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വാളെടുത്ത് ഉറങ്ങിക്കിടന്ന ഇവാനെ വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് സ്വർണ്ണ കുഞ്ചിരോമമുള്ള കുതിരയുടെ പുറത്ത് കയറി തീപ്പക്ഷി എലേനയും കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. എലേനയോട് പറഞ്ഞു, ഈ സംഭവത്തെപ്പറ്റി നീ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത്. നിന്നെ ഞങ്ങൾ കൊന്നുകളയും. പാപം ഇവാൻ്റെ മൃതശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ്റെ മൃതശരീരത്തിന് ചുറ്റും മലങ്കാക്കകൾ വട്ടമിട്ട് പറന്നു. പെട്ടെന്ന് നമ്മുടെ ചെന്നായ അവിടെ എത്തി. അവനൊരു മലങ്കാക്കയും അതിൻ്റെ കുഞ്ഞിനെയും പിടികൂടി. എന്നിട്ട് മലങ്കാക്കയോട് പറഞ്ഞു, നീ പറന്നുപോയി ഉടൻ തന്നെ മരണജലവും ജീവജലവും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കുഞ്ഞിനെ കൊന്നുകളയും. മലങ്കാക്ക ജീവജലം അന്വേഷിച്ച് പറന്നുപോയി. അതിന് മറ്റു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ കുഞ്ഞ് ചെന്നായുടെ പിടിയിലായിരിക്കുകയാണല്ലോ. കുറേ കഴിഞ്ഞ് അത് ജീവജലവും മരണജലവും കൊണ്ട് തിരിച്ചെത്തി. ചെന്നായ ഇവാൻ്റെ മുറിവുകളിൽ മരണജലം പുരട്ടി. ഉടൻ തന്നെ അവ ഉണങ്ങി. പിന്നീട് അത് ജീവജലം ഇവാൻ്റെ മേൽ തളിച്ചു. ഉടൻ തന്നെ ഇവാന് ജീവൻ വീണു. അയ്യോ, ഞാൻ എത്രമാത്രം കിടന്നുറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവാൻ എഴുന്നേറ്റ് വന്നു. അതെ ചെന്നായ പറഞ്ഞു, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനേ പോകുന്നില്ലായിരുന്നു. നിൻ്റെ സ്വന്തം സഹോദരന്മാർ നിന്നെ കൊന്നിട്ട് നിൻ്റെ നിധികളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. നീ വേഗം എൻ്റെ പുറത്ത് കയറിയിരുന്നു. അങ്ങനെ ഇവാൻ ചെന്നായുടെ പുറത്ത് കയറിയിരുന്നു. അവർ വേഗം പാഞ്ഞു പോയി ഇവാൻ്റെ സഹോദരന്മാർക്കൊപ്പം എത്തി. ചെന്നായ അവരെ രണ്ടുപേരെയും കഷ്ണം കഷ്ണമായി പിച്ച് ചീന്തി അവിടെ വിതറിയിട്ടു. ഇവാൻ ചെന്നായെ നമസ്കരിച്ചിട്ട് അതിനോട് യാത്ര പറഞ്ഞ് തൻ്റെ സ്വർണ്ണ കുഞ്ചിരോമമുള്ള കുതിരപ്പുറത്ത് കയറി തനിക്ക് ലഭിച്ച തീപ്പക്ഷിയെയും തൻ്റെ വധുവിനെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി. പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ 2 മക്കളും നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിന് വിഷമം തോന്നിയെങ്കിലും നല്ലവനായ ഇവാൻ തനിക്ക് മകനായി ബാക്കിയുണ്ടല്ലോ എന്ന് അദ്ദേഹം ആശ്വസിച്ചു. എലേനെ വിവാഹം കഴിച്ച ഇവാൻ പിന്നീട് വളരെ കാലം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ തീപ്പക്ഷിയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.